14-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. കല്യാൺകർ പൂജാവിധികൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. പുലയൊഴിയുന്നവരെ മാത്രമേ മുട്ടുശാന്തി വേണ്ടി വന്നുള്ളൂ. കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചതും കാശി വിശ്വനാഥ ദർശനത്തിന് അകമ്പടിയോടെ അയച്ചതും സേഠ്ജിയാണ്. തിരികെ വന്നപ്പോൾ ഭഗവാനെ ധ്യാനിച്ച് വലതുകാൽ വെച്ച് ക്ഷേത്രത്തിൽ കയറി. പഴയ വീട് അവിടെ ഉണ്ട്. അവിടേക്കെന്നല്ല ഒരിടത്തും കല്യാൺകർ പോകാറില്ല. ഉള്ള സമയം ഭാഗവതം വായിച്ച് കഴിച്ചുകൂട്ടും. തമ്പാക്കു വേണം. അച്ഛൻ ഉപയോഗിക്കുമായിരുന്നു. കാണാതെ അല്പാൽപമെടുത്ത് ഉപയോഗിച്ച് ശീലമായിപ്പോയി. കുറച്ചേ വേണ്ടൂ. അതും പച്ചക്കറിയും പാലും. സ്ഥിരമായി അമ്പലത്തിൽ എത്തും. പതിവുകാരുണ്ട്. ശമ്പളത്തിന് കണക്കില്ല. ചോദിക്കാറും പറയാറുമില്ല. ആവശ്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റുന്നു. ഭാമ കല്യാൺകറെ ആദരവോടെയാണ് കാണുന്നത്. ഭഗവാന്റെ കൂടെ കഴിയുന്ന ഒരാളാണ്. ബ്രാഹ്മണനാണ്. പറഞ്ഞാൽ പിഴയ്ക്കില്ല. മനസ്സ് നൊന്താൽ ഭഗവാന്റെ മനസ്സ് നൊന്തെന്നാണ് അർത്ഥം. ഭാമ അന്ന് ഉണരാൻ അല്പം വൈകി. സംതൃപ്തിയോടെ ഉറങ്ങാൻ കഴിഞ്ഞതു തന്നെയായിരുന്നു കാരണം. വിശപ്പുകൊണ്ട് പ്രാണൻ പിടയുന്ന ഒരു കൊച്ചുകുട്ടിയെ മുലയൂട്ടി ഉറക്കിയ സംതൃപ്തിയായിരുന്നു. ഗോവിന്ദ് കുലഹള്ളി കൊച്ചുകുട്ടിയെന്നു തന്നെയാണ് ഭാമ കരുതിയത്. തളർന്നു മയങ്ങിയുള്ള ആ ഉറക്കം കാണേണ്ടതായിരുന്നു. മനസ്സ് വിട്ട് ഉറങ്ങുകയായിരുന്നു. അഥവാ സമാധി തന്നെ ആയിരുന്നു. 2 വയസ്സ് തികയാത്ത കുട്ടി ഉറങ്ങുന്ന പോലെ. അതു നോക്കി ഏറെ നേരം കൈപ്പത്തിയിൽ ശിരസ് താങ്ങി ഓരം ചെരിഞ്ഞ് കിടന്നു. അതൊരു കാഴ്ച തന്നെയായിരുന്നു. ഭഗവാൻ ഒരു കൊച്ചു കുഞ്ഞായി തന്നെയാണ് പ്രായപൂർത്തി എത്തിയവരിലും വാണരുളുന്നത്. മറവിലാണെന്ന് മാത്രം. ആ മറ നീക്കാൻ എത്രയെത്ര മാർഗങ്ങൾ. എന്നിട്ടും ജനങ്ങൾ മിക്കവരും ഭഗവാനെ മൺകുടത്തിനകത്തെ വിളക്കായി തന്നെ കൊണ്ടു നടക്കുന്നു. ഏറെ വൈകിപ്പോയി എന്ന ഓർമ്മയോടെയാണ് ഉണർന്നതു തന്നെ. ഗോവിന്ദനെ കുലുക്കി ഉണർത്തുകയായിരുന്നു. ഉണർന്നപ്പോൾ 4 പാടും നോക്കിയതും ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ ആയിരുന്നു. എന്തൊരു അങ്കലാപ്പ്. അമ്മയെ കാണാത്ത കുട്ടിയുടെ ഭാവം തന്നെ. ചുണ്ടുപിളർത്തി കരഞ്ഞില്ലെന്നു മാത്രം. നെറ്റി പതുക്കെ തടവിയപ്പോൾ കണ്ണുകൾ ശാന്തമായി, ആർദ്രമായി. അകൈതവമായ നന്ദിയും സ്നേഹവും ആ കണ്ണുകളിലുണ്ടായി. പതുക്കെ മുഖഭാവം മാറി. നാണവും പരിഭ്രമവും ദുഃഖവും കണ്ടു. അമ്മയെ അബദ്ധത്തിൽ കടിച്ചു മുറിപ്പെടുത്തിയ കുട്ടിയുടെ സങ്കടം. ഭാമ പുഞ്ചിരിച്ചപ്പോൾ ആ ഭാവത്തിന് ആഴം കൂടിയതേയുള്ളൂ. ഭഗവാന്റെ ആ ദർശനം ഏറെ നേരം ലഭിക്കാൻ ഭാമയ്ക്കു ഭാഗ്യമുണ്ടായില്ല. വൈകാതെ അവർക്കിടയിൽ ലൗകികതയുടെ തിരശീല വീഴുന്നത് ദുഃഖത്തോടെ ഭാമ കണ്ടു. തിരശീലയ്ക്ക് കട്ടി കൂടുന്നതും കണ്ടു. കാലുറയും ഷർട്ടും ധരിച്ച ഗോവിന്ദ് ഭാമയുടെ മുഖത്തു നോക്കിയതേയില്ല. ഫയലും ചിന്നിച്ചിതറിയ കടലാസുകളും പെറുക്കിക്കൂട്ടാൻ ഭാമ സഹായിച്ചു. യാത്രക്കൊരുങ്ങി ഗോവിന്ദ് മടിച്ചു നിന്നു. വേഗം രക്ഷപ്പെട്ടാൽ മതിയെന്ന ധൃതി അയാളിൽ കണ്ട് ഭാമ പുഞ്ചിരിച്ചു. കൈകൂപ്പി. ഭഗവാൻ നല്ലത് വരുത്തട്ടെ. തീപ്പൊള്ളലേറ്റതുപോലെ അയാൾ ഞെട്ടി. പിറുപിറുത്തു. നശിച്ചു. ഞാൻ നശിച്ചു. ഇല്ല, ഭാമ പതുക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല. നീ എന്നെ കെണിയിലകപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ. അയാളിൽ രോഷം പുകഞ്ഞു. ഭാമ ശാന്തയായി തുടർന്നു. ഇത് ഭഗവാന്റെ ലീലയാണ്. അങ്ങ് ഇവിടെ സ്വന്തം ഇഷ്ടത്തിന് വരികയായിരുന്നു. കെണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ കെണിയായിരുന്നു. അപ്പോൾ അയാൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അക്ഷരശുദ്ധിയില്ലാത്ത എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ഭാമ ഇടപെട്ടില്ല. ചുരുക്കമായേ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാറുള്ളൂ. ഭഗവാനെ ഒളിപ്പിച്ചും അടക്കിയും അടിച്ചമർത്തിയും നിർത്താൻ പാടുപെട്ട് പരാജയപ്പെട്ടവരുടെ കരച്ചിൽ. കരയുന്നതും ഭഗവാൻ തന്നെയാണെന്നറിയുന്നതിനാൽ ഭാമയ്ക്ക് സങ്കടമോ ആത്മനിന്ദയോ ഉണ്ടായില്ല. ഇത് ഭഗവാന്റെ കുസൃതി നിറഞ്ഞ മറ്റൊരു ലീല മാത്രം. ഭാമ മുറിയുടെ പുറത്ത് കടന്ന് വാതിലിനരികിൽ നിന്നു. പിറുപിറുപ്പുകൾ അവസാനിക്കുന്നതും തേങ്ങലുകൾ അടങ്ങുന്നതും കേട്ടു. കുറേ കൂടി കഴിഞ്ഞ് കട്ടിൽ ആശ്വാസത്തോടെ ഞരങ്ങി. ഭാമ വാതിൽക്കൽ തന്നെ മുഖം കാണിച്ചു. ഗോവിന്ദിൻ്റെ മുഖത്ത് ആശ്വാസവും വെറുപ്പും ഒരുമിച്ച്.
നിന്റെ പേരെന്താണ് പറഞ്ഞത്? സത്യഭാമയെന്ന്. നല്ലത്. എനിക്ക് നിന്നെ എന്നും ഓർമ്മിക്കേണ്ടി വന്നിരിക്കുന്നു. അതിലേറെ വലിയ ഒരു അനുഗ്രഹവും എനിക്കു കിട്ടാനില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ഭാമ പറഞ്ഞത്. നീ എൻ്റെ കൂടെ വരുന്നോ? സംശയലേശം കൂടാതെ ഭാമ പറഞ്ഞു. ഇല്ല. അടുത്ത ചോദ്യവും അപ്രതീക്ഷിതമായിരുന്നു. നിനക്ക് ആരോടും സ്നേഹമില്ലല്ലോ അല്ലേ? മായാരൂപങ്ങളുടെ ഭാമ ശിക്ഷണസിദ്ധമായ വിജ്ഞാനത്തിലൂടെ പറഞ്ഞു. ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നു. ഒരു കടമ നിർവഹിക്കുകയും അതിൻ്റെ ഫലമായി ഉണ്ടായേക്കാമായിരുന്ന ഊരാക്കുടുക്കിൽ നിന്ന് ഒഴിവാകുകയും ചെയ്ത സന്തോഷത്തോടെ ഗോവിന്ദ് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ പോകുന്നു. ഭാമ മൗനാനുവാദം നൽകി.